മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന്. ഇടതുമുന്നണിയിൽ തുടരുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയെങ്കിലും മുന്നണി മാറ്റം ചർച്ചയായേക്കും. ജോസിന്റെ പ്രസ്താവനയോടെ ആശങ്ക ഒഴിഞ്ഞുവെന്ന കണക്കുകൂട്ടലിലാണ് CPIM. മുന്നണി മാറ്റം ഉണ്ടാകുമെന്ന് UDFും പ്രതീക്ഷിക്കുന്നു. അതിനിടെ കരുത്തുകാട്ടാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇന്ന് കോട്ടയത്ത് സ്പെഷ്യൽ കൺവെൻഷൻ ചേരും. ഷഹബാസ് അഹമ്മദും റോഷിപാലും വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദ്യം ഷഹബാസ് അഹമ്മദിലേക്ക് പോകുന്നു. ഷഹബാസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. LDFിൽ തന്നെ തുടരുമെന്ന് ജോസ് കെ മാണി പറഞ്ഞുവെങ്കിലും സസ്പെൻസ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളമുള്ളത്. പ്രത്യേകിച്ച് UDF അത്തരത്തിലൊരു പ്രതീക്ഷയും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹരിയ, ഗുഡ് മോർണിംഗ്. മുന്നണി മാറ്റ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് കേരള കോൺഗ്രസ് എം കൂടുന്നത്. മുന്നണി മാറില്ലെന്ന് LDF വിടില്ലെന്ന് ചെയർമാൻ ജോസ് കെ മാണി നേരത്തെ തന്നെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ചർച്ചകൾ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അജണ്ട ഇല്ലാതൊരു അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമായിട്ടാണ് ഇന്ന് കേരള കോൺഗ്രസ് എം ഈ കോട്ടയത്തൊരു യോഗം കൂടുന്നത്. മുന്നണി മാറ്റ ചർച്ചകൾ നേരത്തെ സജീവമായി ഉയർന്നു കേട്ടിരുന്നു. അതിനെ തുടർന്ന് ജോസ് കെ മാണി തന്നെ നേരിട്ടെത്തി ഒരു പ്രതികരണം നടത്തിയിരുന്നു. മുന്നണി മാറ്റം ഉണ്ടാകില്ല, LDFിൽ ഉറച്ചു നിൽക്കുമെന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു നടത്തിയത്. പിന്നീട് ഈ മുന്നണി മാറുക അല്ലെങ്കിൽ മുന്നണി മാറ്റ ചർച്ചകൾ വീണ്ടും ഒരു അടുത്ത തലത്തിലേക്ക് കടക്കുകയാണ്. മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF ഉള്ളത്. തങ്ങളെ വിട്ടു പോകില്ലെന്നൊരു പ്രതീക്ഷയാണ് LDFും പങ്കുവെക്കുന്നത്. അത്തരത്തിൽ ഒരു നിർണായക ഘട്ടത്തിലാണ് കോട്ടയത്ത് നിന്ന് കേരള കോൺഗ്രസ് എം ഒരു അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൂടുന്നത്. മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായിരുന്ന സമയത്ത് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ MLAയും ഒക്കെ എടുത്ത നിലപാട് LDF വിട്ടു പോകേണ്ടതില്ല എന്ന നിലപാടായിരുന്നു. അത്തരം നിലപാട് തന്നെയായിരുന്നു പല ജില്ലാ കമ്മിറ്റികളും ഉന്നയിച്ചിരുന്നത്. പക്ഷേ മറ്റു ചില ജില്ലാ കമ്മിറ്റിക്കാർക്ക് UDFിലേക്ക് പോകണം എന്നൊരു നിലപാടുണ്ടായിരുന്നു. അത്തരത്തിൽ വിവിധ നിലപാടുകൾ, ഒരു ഭിന്നാഭിപ്രായം തന്നെ പാർട്ടിക്കകത്ത് ഉള്ള സാഹചര്യത്തിൽ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നിർണായകമായിരിക്കും. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ വിവിധ MLAമാരോടും നേതാക്കളോടും ജോസ് കെ മാണി അഭിപ്രായം തേടും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്ന കാര്യമാണ് നിലവിൽ മനസ്സിലാകുന്നത്. എന്തായാലും വലിയൊരു സസ്പെൻസ് തന്നെയായിരിക്കും ഇന്ന് കോട്ടയത്ത് നിന്ന് വരിക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായിരുന്ന സമയത്ത് മുന്നണി വിട്ടു പോകില്ല എന്ന് ജോസ് കെ മാണി ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിവിധ അഭിപ്രായങ്ങൾ ഈ പാർട്ടിയിലെ വിവിധ നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതടക്കം ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും ഈ കേരള കോൺഗ്രസ് എമ്മിനെ തങ്ങളുടെ കൂടെ കൂട്ടാനാകുമെന്നൊരു ആത്മവിശ്വാസം UDFിനുണ്ട്. പക്ഷേ തങ്ങളെ വിട്ടു പോകില്ല എന്ന് തന്നെയാണ് LDF പറയുന്നത്. അത്തരത്തിൽ രണ്ട് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്ന സമയത്ത് ഒരു നിർണായക ഘട്ടത്തിലാണ് ഇന്ന് കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൂടുന്നത്. എന്തായാലും അതിലെ തീരുമാനം എന്തായിരിക്കുമെന്നറിയാൻ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. ആര്യ, ശരി. ഷഹബാസ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. റോഷിപാലുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. റോഷിപാൽ, UDFും LDFും ഉറ്റുനോക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് ഇന്ന് കോട്ടയത്ത് ചേരുന്നത്. കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ ജോസ് കെ മാണി വരും, വരാതിരിക്കില്ല, രഹസ്യ ചർച്ചകൾ നടന്നു തുടങ്ങിയ സ്ഥിരീകരണങ്ങളും അദ്ദേഹം റിപ്പോർട്ടറുമായി പങ്കുവച്ചു. അപ്പോൾ പ്രതീക്ഷയോടാണ് UDF ക്യാമ്പ്. മറുപക്ഷത്ത് CPIM മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ, LDFിന്റെ അനുനയ ചർച്ചകളൊക്കെ ഫലം കാണുമോ എന്നുള്ളൊരു നിർണായകമായ ചോദ്യവുമുണ്ട്. അപ്പോൾ എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം? നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. കേരള കോൺഗ്രസ് എം LDF വിട്ട് UDFിലേക്ക് അഭയം തേടുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത്. അത് കോൺഗ്രസ് നേതാക്കളൊക്കെ സ്ഥിരീകരിക്കുകയും ചെയ്തു. കാരണം ഇന്നലെ KPCC അധ്യക്ഷൻ തന്നെ അഭിമുഖത്തിൽ കൃത്യമായി പറഞ്ഞതാണ് അങ്ങനെ ചർച്ച നടന്നുവെന്ന്. അങ്ങനെ ചില ചർച്ചകൾ നടന്നതിന് ശേഷം അവർ നൽകിയ ഉറപ്പിലൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പ്രതീക്ഷ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDFിൽ കേരള കോൺഗ്രസ് എമ്മിന് തുടരുക അസാധ്യമാണെന്ന് UDF വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ തന്നെയാണ് UDF നേതൃത്വം കാത്തിരിക്കുന്നത്. UDFിലേക്കുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനത്തിനുള്ള സാധ്യതകൾ അതിനുള്ളൊരു സജ്ജമാകുകയാണ് നേതൃത്വം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ അഭിപ്രായം തേടി എല്ലാവരും അനുകൂല നിലപാട് സ്വീകരിച്ചു. ഇനി അവിടെ മാണി സി കാപ്പനെ അനുനയിപ്പിക്കുക എന്നൊരു പ്രധാന ദൌത്യം മാത്രമാണ് കോൺഗ്രസിന് മുന്നിലുള്ള. അതൊരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ LDFിന് പൂർണ്ണ ആത്മവിശ്വാസമാണ്. റോഷി അഗസ്റ്റിൻ ഒപ്പം പ്രമോദ് നാരായണൻ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടിലേക്ക് ജോസ് കെ മാണിയും UDFിലേക്ക് പോകണമെന്ന് അഭിപ്രായപ്പെടുന്ന കേരള കോൺഗ്രസ് എമ്മിലെ നേതാക്കളും എത്തി എന്ന വിലയിരുത്തലിലേക്ക് അവരും എത്തുന്നു. ഏതായാലും പരസ്യമായി ജോസ് കെ മാണി ഈ അഭ്യൂഹങ്ങൾ തള്ളിയതിലാണ് LDFിന് ആശ്വാസം. ഏതായാലും കേരള കോൺഗ്രസ് എം തുടരും LDFിൽ തന്നെ എന്ന ഒരു ആത്മവിശ്വാസത്തിൽ LDF നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം സസ്പെൻസ് ഉണ്ടാകും എന്ന്
കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും പരസ്യമായി തന്നെ അഭിപ്രായ പ്രകടനം നടത്തുന്നു. അങ്ങനെ വലിയ രീതിയിൽ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാടിനെ. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടിക്ക് പുറമെ മലയോര മേഖലയിലെ മറ്റ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ആ വിഷയങ്ങൾ, സഭയുടെ നിലപാട്, പല സഭകളും ഈ കാര്യത്തിൽ അസംതൃപ്തരാണ്. കർഷകരുടെ വിഷയങ്ങളിൽ സർക്കാർ കൃത്യമായി ഇടപെടുന്നില്ല എന്ന പരാതി കേരള കോൺഗ്രസ് എമ്മിലെ ചില നേതാക്കൾക്കുമുണ്ട്. നേരത്തെ നിയമസഭ പ്രത്യേകം വിളിച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യം ജോസ് കെ മാണി തന്നെ ഉന്നയിച്ചതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് സമ്മർദ്ദമായി മാറുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഏതായാലും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് എന്തായിരിക്കും, മുന്നണിയിൽ തുടരുമോ UDF-ലേക്ക് പോകുമോ എന്നത്. ജോസ് കെ മാണിയുടെ ഒരു വാർത്താ സമ്മേളനത്തിന് എല്ലാവരും കാത്തിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷയുമാണ് UDF-നും LDF-നും. നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം എന്ത് പ്രഖ്യാപനമായിരിക്കും നടത്താൻ പോവുക, മുന്നണി മാറ്റം ഉണ്ടാകുമോ എന്ന് പ്രഖ്യാപിക്കുമോ എന്നാണ് കാത്തിരിക്കുന്നത് രാഷ്ട്രീയ കേരളം. റോഷിപാലും ഷഹബാസ് അഹമ്മദുമാണ് വിശദാംശങ്ങൾ നൽകിയത്.